എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതലുള്ള എൻ്റെ സമ്പത്തും എൻ്റെ എല്ലാം ഒന്ന് അന്വേഷിക്കുക. ഒരു തരി മണ്ണിൻ്റെ വലുപ്പമോ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്നും അധികമായി എന്തെങ്കിലും ഒരു തരിയുടെ സമ്പത്തിൻ്റെ വലുപ്പമോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാനിപ്പോൾ പറഞ്ഞത് ആവർത്തിക്കുക. എന്നാൽ പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശി അതിന് തയ്യാറാവുമോ? പി കെ ശശിയുടെ പൊതുജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ ഇന്ന് ദിവസം വരെയുള്ള അയാളുടെ സമ്പത്ത് അങ്ങോട്ട് എടുത്ത് പരിശോധിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ തെളിവുകളൊക്കെ വിളിച്ചു തരാം. ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. പി കെ ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാളുടെ എല്ലാം പ്രസ്താവനയെ മുഖവിലിക്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു തരത്തിലും മുഖവിലക്കെടുക്കുന്നില്ല, വളരെ നിസ്സാരമായി അവഗണിച്ചു തള്ളുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുള്ളത്. പലരും പാർട്ടി വിടുമ്പോൾ പലതരത്തിലുള്ള സിംഗിൾ ഇഷ്യൂസ് ഉണ്ടാവും, ആശയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ താങ്കളെ വ്യക്തിപരമായി താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു വെച്ചോടമാണ് എന്നത്, അതിനപ്പുറം വ്യക്തിപരമായി ചിറ്റൂരിലുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ശശി ഉന്നയിക്കുന്നു. അതെ, എൻ്റെ പൊതുജീവിതം ഉള്ളത് ചിറ്റൂരാണല്ലോ, ചിറ്റൂർ കേന്ദ്രമാണല്ലോ. മണ്ണാർക്കാട് പോയി ശശിനിയും അന്വേഷിക്കുക, ചിറ്റൂർ വന്ന് സുരേഷ് ബാബുവിനെ അന്വേഷിക്കുക എന്ന് ഞാൻ അതല്ലേ പറഞ്ഞത്. നിങ്ങൾക്കല്ലേ അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം. നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത്, അതായത് പത്രപ്രവർത്തകർ, ഞങ്ങളെ നിരന്തരം വിമർശിക്കുന്ന പത്രപ്രവർത്തകരോടാ. ഞങ്ങളുടെ ശരിതെറ്റുകളെ കൃത്യമായി പൊതുസമൂഹത്തിൽ കുറച്ചുകൂടി നന്നായി വലിപ്പത്തിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾ, കുറച്ചുകൂടി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ശശിയോടല്ല. ശശി പോട്ടെ, ശശിയിൽ ഒന്നും പറ്റാത്തൊരുത്തൻ, അതിനൊന്നും ഞാൻ മുഖവിലിക്കെടുക്കുന്നില്ല ശശിനെ. നിങ്ങളോട് ഞാൻ പറയുന്നു, എൻ്റെ പൊതുജീവിതത്തിൽ ഈ പറഞ്ഞ ആരോപണം അതെ നിങ്ങള് ഈ പി കെ ശശി എന്ന് പറയുന്ന ഒരാളെ നിങ്ങളാണല്ലോ ഇത്രയും വലിയ ഒരു